പിന്നാലെ കണക്കുകൂട്ടലുകളുമായി മുന്നണികൾ. സംസ്ഥാനത്താകെ UDF തരംഗമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് UDFന് അനുകൂലമാണ്. 5 ജില്ലകളിലെ മുഴുവൻ സീറ്റുകളും UDF തൂത്തുവാരുമെന്നും വി ഡി സതീശൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ആവർത്തിച്ചു. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നും വിവാദങ്ങൾ ബാധിക്കില്ല എന്നുമാണ് TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയത്. NDAക്ക് ഉറച്ച വിജയപ്രതീക്ഷയാണെന്നും മുന്നോട്ട് വെച്ചത് പോസിറ്റീവ് ക്യാമ്പയിനാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞു. പോളിംഗ് ശതമാനം കൂടിയത് നമ്മളും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് തുടക്കം മുതലേ തന്നെ വിജയപ്രതീക്ഷയുണ്ട്. എറണാകുളം ജില്ലയിലും മലപ്പുറം ജില്ലയിലും പിന്നെ ഇടുക്കി, പത്തനംതിട്ട ഈ 4 ജില്ലകളിലും വയനാടുണ്ടാവും 43 സീറ്റ്. 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പാണ് എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും ജനങ്ങളിൽ നിന്നുണ്ടായില്ല. കേരളത്തിലാകെ വന്ന സ്ഥിതിഗതികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഭരണ തുടർച്ചയ്ക്ക് ജനവിധി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം. ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. ടേൺ ഔട്ട് കാണുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇത് നിർണായകമായ ഇലക്ഷനാക്കി മാറ്റാൻ അങ്ങനെ അതുകൊണ്ടാണ് ഇത്ര വലിയ നല്ല ടേൺ ഔട്ട്. ആ ടേൺ ഔട്ടിൻ്റെ എന്തായിരിക്കും ഇഫക്റ്റ് അത് നമുക്ക് മെയ് 4-ാം തീയതി കാണാം. പോളിംഗ് ശതമാനത്തിന്റെ അന്തിമ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉച്ചയോടെ പുറത്തുവിടും. 80% ഉയർന്നേക്കും എന്നാണ് വിലയിരുത്തൽ. ആർ റോഷിപാലും ലേബി സുരേന്ദ്രനും റഹീസ് റഷീദും VS രഞ്ജിത്തുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം റോഷിപാലിക്കാണ്. റോഷിപാൽ, കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് ദിവസം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞത് 90% വരെ പോളിംഗ് ശതമാനം ഉയരാമെന്നുള്ളതാണ്. പക്ഷേ അത്രയും ഉണ്ടാകില്ല. പക്ഷേ 80 കടക്കും എന്നല്ലേ നമുക്കിപ്പോൾ കിട്ടുന്ന സൂചന. ഉച്ചയ്ക്ക് എത്ര മണിയോടുകൂടി ഇതിലൊരു അവസാന കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടും? സ്മൃതി, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള മുഖ്യ ഓഫീസർ രത്തൻ കേൽക്കർ തെരഞ്ഞെടുപ്പിന്റെ കണക്ക്, അതിന്റെ പെർസെൻറ്റേജ്, എത്ര പേർ വോട്ട് ചെയ്തു എന്നടക്കമുള്ള വിശദമായ കണക്ക് പുറത്തുവിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 78% ആണ് പോളിംഗ് പെർസെൻറ്റേജായി അവസാന ഘട്ടത്തിൽ കണക്കൂട്ടിയത്. പക്ഷേ അതിൻ്റെ കൂടെ പോസ്റ്റൽ വോട്ട്, സർവീസ് വോട്ട് ഉൾപ്പെടെ ആഡ് ചെയ്യും. അതോടുകൂടിയാണ് മുഴുവൻ ഒരു ഫൈനൽ പെർസെൻറ്റേജ് അറിയാൻ പറ്റുക. ഏതായാലും നേരത്തെ മുതൽ തന്നെ SIR കൃത്യമായി നടപ്പിലാക്കിയതുകൊണ്ടാണ് 90% വോട്ട് ശതമാനം ഉയരുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കാക്കിയത്. കാരണം മരിച്ചവരുടെ പേരുകൾ വെട്ടിമാറ്റപ്പെട്ടു. വിദേശത്ത് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ സ്ഥിരതാമസമാക്കിയവരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെയെങ്കിൽ 90%-ലേക്ക് വോട്ടിംഗ് ഉയരും എന്ന് തന്നെയായിരുന്നു കണക്കൂട്ടിയത്. രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെ ഒരു തള്ളിച്ച പോളിംഗ് ബൂത്തിലേക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് ഈ തരത്തിലേക്ക് അവസാന ഘട്ടത്തിലെ പോളിംഗ് ശതമാനം എത്തുമ്പോൾ കാണുന്നത്. ഏതായാലും SIR ആണ് ഈ പോളിംഗ് ശതമാനം ഉയരാനുള്ള പ്രധാന കാരണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുന്നതും. ഏതായാലും ഉച്ചയോടെ തന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് അറിയാൻ കഴിയും. ശരി, ലേബി സേന്ദ്രയ്ക്ക്. ലേബി, ഇപ്പോൾ UDFന്റെ പ്രതീക്ഷ 100-ലധികം എന്നുള്ളത് തന്നെയാണ്. 5 ജില്ലകളിൽ മുഴുവൻ സീറ്റും പിടിച്ചെടുക്കുമെന്ന പ്രതിപക്ഷ നേതാവും പറയുന്നുണ്ട്. എങ്ങനെയാണ് അവസാന കണക്കുകൂട്ടുകൾ ലേബി? സ്മൃതി, KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഒരുപോലെ തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. 3 നേതാക്കളും വലിയ ആത്മവിശ്വാസം പുലർത്തിക്കൊണ്ടാണ് രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. VD സതീശൻ പറഞ്ഞത് 5 ജില്ലകൾ തൂത്തുവാരുമെന്നാണ്. ഇവിടെ UDF തരംഗമുണ്ട്. ആ തരംഗം നഗരങ്ങളിൽ മാത്രമല്ല, നഗര ഗ്രാമ ഭേദമില്ലാതെ തരംഗം അലയടിച്ചിരിക്കുന്നുവെന്ന് VD സതീശൻ പറയുന്നു. UDF തരംഗമുണ്ടായിരിക്കുന്നു എന്ന് അതേ ഒട്ടും വ്യത്യാസമില്ലാതെ KC വേണുഗോപാൽ പറയുന്നു. അത് തന്നെ രമേശ് ചെന്നിത്തലയും പറയുന്നു. അപ്പോൾ വലിയ ആത്മവിശ്വാസമാണ് നേതാക്കൾ പുലർത്തുന്നത്. ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകൾ ഇക്കുറി UDF തൂത്തുവാരും എന്നാണ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ട് അല്പം മുമ്പ് സംസാരിച്ചത്. അതുമാത്രമല്ല, 100 സീറ്റ് എന്നുള്ള ആ ആത്മവിശ്വാസത്തിൽ VD സതീശൻ ഉറച്ചു നിൽക്കുകയാണ്. മറ്റ് നേതാക്കളും അതേ ആത്മവിശ്വാസം പുലർത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾക്ക് രാവിലെ നടത്തിയ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് നിരവധി കാരണങ്ങളും പറഞ്ഞു. അതായത് SIR ഒരു ഘടകമാണ് പോളിംഗ് പെർസെൻറ്റേജ് ഉയരാൻ എന്ന് നേതാക്കൾ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ UDFന്റെ തരംഗം അലയടിച്ചത് തന്നെയാണ് ഇത്രയധികം പോളിംഗ് ശതമാനം ഉയരാനുള്ള കാരണത്തിലേക്ക് വഴിവെച്ചത്. അത് മാത്രമല്ല, ഇത്തവണ സാധാരണഗതിയിൽ ഒരു സർക്കാർ വിരുദ്ധ വികാരം മാത്രമാണ് ഉണ്ടാകാറുള്ളത്. ഇത്തവണ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായി. അതിനൊപ്പം തന്നെ UDFൽ പ്രതീക്ഷ അർപ്പിക്കാനുള്ള ഒരു ട്രസ്റ്റ്, ഒരു ആത്മവിശ്വാസം ആളുകൾക്ക് വന്നു. ഒരു വിശ്വാസം തോന്നിപ്പിച്ചു. അതിന് തക്ക പദ്ധതികളും വികസന രേഖകളും എല്ലാം മുന്നോട്ട് വയ്ക്കാൻ UDFനായി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാനുമായി അസ്വാരസ്യങ്ങളൊന്നും തന്നെ ഉണ്ടാകാതെ ഇതുവരെ പൂർത്തീകരിക്കാനും സാധിച്ചു. അതാണ് UDFന്റെ ആത്മവിശ്വാസം.